ഗ്രാമറിനെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അതുകൊണ്ട് തന്നെ സെന്റൻസുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ഗ്രാമർ പേടിക്കുന്നത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടായി പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രാമറിനെ പേടിക്കാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ കുഡ് നോട്ട്, കുഡ് ബി, കുഡ് ഹാവ് ഇതൊക്കെ പഠിച്ചു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഷുഡിൻറ്റ് ഹാവ് ആണ്. അപ്പൊ ഷുഡിന്റെ ഉപയോഗം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇത് പോസിറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നെഗറ്റീവ് സെന്റൻസ്, അതായത് ഷുഡ് നോട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഷുഡ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ഷുഡ് നോട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഷുഡ് നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് പ്രസന്റിലും ഫ്യൂച്ചറിലും ഉപയോഗിക്കാം. ഓർത്തിരിക്കണേ, അതെവിടെയൊക്കെ ഉപയോഗിക്കാം? ഇപ്പോൾ ചെയ്യരുതെന്ന് പറയാനും ഇനി ഭാവിയിലും നീ ഇത് ചെയ്യരുത് അങ്ങനെ പറയാനാണ് നമ്മൾ ഷുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം മാത്രം ചെയ്യരുതെന്നല്ല നമ്മൾ പറയുന്നത്. ഷുഡ് നോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും നീ അത് ചെയ്യരുത്, ഭാവിയിലും നീ അത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, യു ഷുഡിൻറ്റ് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. യു ഷുഡിൻറ്റ് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. നീ ടു മച്ച് കുറെ ജങ്ക് ഫുഡ് കഴിക്കരുത്. അത് നമ്മളൊരു വ്യക്തിയോട് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യത്തേക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലും അത് ചെയ്യരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. യു ഷുഡ് നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. ഷുഡ് നോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ വേർബ് ഫസ്റ്റ് ഫോം തന്നെയാണ്. അപ്പോൾ യു ഷുഡ് നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. ടു മച്ച് ഒത്തിരി ജങ്ക് ഫുഡ് നീ കഴിക്കരുത്. അത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, നാളെയും മറ്റന്നാളും ഒന്നും നീ കഴിക്കരുത്. യു ഷുഡ് നോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. നീ അങ്ങനെ സംസാരിക്കരുത്. യു ഷുഡ് നോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. അത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, നാളെയും അതെ, ഫ്യൂച്ചറിൽ ഒരിക്കലും നീ അങ്ങനെ സംസാരിക്കരുത്. യു ഷുഡ് നോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഷുഡ് നോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്രസന്റിൽ മാത്രമല്ല, ഫ്യൂച്ചറിലും നീ അത് ചെയ്യരുത്, നാളെ ഒരിക്കലും നീ അത് ചെയ്യരുത്. അതിനാണ് നമ്മൾ ഷുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. യു ഷുഡ് നോട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. നീ അങ്ങനെ പെരുമാറരുത്, ഇന്ന് മാത്രമല്ല എന്നും. യു ഷുഡ് നോട്ട് ഗോ ഔട്ട്. പുറത്തു പോകരുത്. ഇറ്റ്സ് റെയിനിങ്. യു ഷുഡ് നോട്ട് ഗോ ഔട്ട്, ഇറ്റ്സ് റെയിനിങ്. അത് ഇപ്പോഴത്തെ കാര്യമാണ്, മഴയായതുകൊണ്ട് നീ പുറത്തു പോകരുത്. യു ഷുഡ് നോട്ട് ഗോ ഔട്ട്, ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ പുറത്തു പോകല. അപ്പോൾ ഷുഡ് നോട്ട് ഉപയോഗിക്കുമ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പ്രസന്റിൽ മാത്രമല്ല ഫ്യൂച്ചറിലും പറയേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ഷുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഷുഡ് നോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ മക്കളോട് പറയാൻ പറ്റിയ ഒരു സെന്റൻസ് പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോളൂ. 1 2 3 ചെയ്തില്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഷുഡ് നോട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഷുഡ് നോട്ട് ഹാവ്, ഷുഡിൻറ്റ് ഹാവ്. ഷുഡിൻറ്റ് ഹാവ് എന്തിനാണെന്നോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോയി, പക്ഷെ നമ്മളോട് വേറൊരാൾ പറയായിരുന്നു നീ അത് ചെയ്യരുതായിരുന്നു. ഓഹ്, നീ അത് ആ ഒരു രഹസ്യം നീ അവളോട് പറയരുതായിരുന്നു. നീ എന്നെ രാത്രി വിളിക്കരുതായിരുന്നടാ, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ നീ അത് ചെയ്തു പോയി, പക്ഷെ നീ അത് ചെയ്യരുതായിരുന്നു. ഇതിനാണ് നമ്മൾ ഷുഡ് നോട്ട് ഹാവ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് നോട്ട് ഹാവ്, ഹാവ് വന്നു V3. യു ഷുഡ് നോട്ട് ഹാവ് കോൾഡ് മീ അറ്റ് നൈറ്റ്. നീ എന്നെ രാത്രി വിളിക്കലായിരുന്നു. എന്ത് പറ്റി? വിളിച്ചുപോയി. ഇനി എന്ത് ചെയ്യും? വിളിച്ചുപോയി. യു ഷുഡ് നോട്ട് ഹാവ് കോൾഡ് മീ അറ്റ് നൈറ്റ്. രാത്രിയിൽ നീ എന്നെ വിളിക്കരുതായിരുന്നു. യു ഷുഡ് നോട്ട് ഹാവ് കോൾഡ് മീ അറ്റ് നൈറ്റ്. രാത്രിയിൽ എന്നെ വിളിക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ഇഗ്നോർഡ് ഹെർ മെസ്സേജ്. അവളുടെ മെസ്സേജ് നീ അവഗണിക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ഇഗ്നോർഡ് ഹെർ മെസ്സേജ്. മെസ്സേജ് നീ അവഗണിക്കരുതായിരുന്നു, കാരണം അവൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഷീ നീഡഡ് യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായം അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ഷീ നീഡഡ് യുവർ ഹെൽപ്പ്. അപ്പൊ യു ഷുഡിൻ, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. യു ഷുഡിൻ ഹാവ് ഇഗ്നോർഡ്. യു ഷുഡിൻ ഹാവ് കോൾഡ്. വിളിക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ഇഗ്നോർഡ്.
അവഗണിക്കരുതായിരുന്നു. ഷുഡിൻറ്റ് ഹാവ് യൂസ്ഡ് ദ ഫോൺ ടിൽ മിഡ്നൈറ്റ് വരെ നീ ഫോൺ ഉപയോഗിക്കരുതായിരുന്നു. ഷുഡിൻറ്റ് ഹാവ് യൂസ്ഡ്. അപ്പോൾ ഷുഡിൻറ്റ് ഹാവ് ഉപയോഗിക്കുന്നത് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തി അത് ചെയ്യരുതായിരുന്നു എന്ന് പറയാനാണ് ഷുഡിൻറ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? സംശയം എന്തെങ്കിലും വന്നോ? ടെൻഷനായോ എന്തെങ്കിലും? ഇംഗ്ലീഷ് ഗ്രാമർ കേൾക്കുമ്പോൾ ശരിയാണ്, ബോറടിക്കും അല്ലേ? എന്തെങ്ങനെയെന്നൊക്കെ നമ്മൾ ഓർത്ത് ബോറടിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ ട്രിക്കൊക്കെ ഒരു പിടുത്തം കിട്ടിയാലുണ്ടല്ലോ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷുഡ് നോട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിൽ മാത്രമല്ല ഫ്യൂച്ചറിലും ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയാനാണ്. യു ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഡോണ്ട് ഉപയോഗിച്ചതുകൊണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് യു ഷുഡിൻറ്റ് ഡു ലൈക്ക് ദാറ്റ്. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോഴെന്നല്ല, ഫ്യൂച്ചറിൽ പോലും ഇനി ഒരിക്കലും നീ അത് ചെയ്യരുത്. വ്യത്യാസം ക്ലിയർ ആയോ? ഇനി യു ഷുഡിൻറ്റ് ഹാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്തത് V3 ഉപയോഗിക്കണം. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ചെയ്തു, പക്ഷെ നീ അത് ചെയ്യരുതായിരുന്നു. അപ്പൊ നോക്കൂ, നീ അത് വാങ്ങിക്കരുതായിരുന്നു. നീ എങ്ങനെ പറയും? വാങ്ങിക്കുക എന്ന് പറയുന്ന വേർബ് ബൈ, ബോട്ട് തന്നെ. അപ്പൊ V3 എന്ന് പറയുന്ന ബോട്ടാണ്. നീ അത് വാങ്ങിക്കരുതായിരുന്നു. യു ഷുഡിൻ ഹാവ് ബോട്ട് ഇറ്റ്. നീ ഇത് വാങ്ങിക്കരുതായിരുന്നു. കാരണം അത് ചിലപ്പോൾ വില കൂടിയതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നൊന്നും ആയിരിക്കില്ല. അപ്പൊ നീ അത് ചെയ്യരുതായിരുന്നു. പക്ഷെ ചെയ്തു പോയി അല്ലെ? ഞാനത് വാങ്ങിച്ചു പോയില്ലേ? അപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത് യു ഷുഡിൻ ഹാവ് ബോട്ട് ഇറ്റ്. വാങ്ങിക്കരുതായിരുന്നു. ക്ലിയർ ആയോ? ഇനി ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ നോക്കാവേ. നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിക്കുക, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എങ്ങനെ ചോദിക്കുക? നിങ്ങൾ തന്നെ പറ. നീ നമ്മൾ കണ്ടപ്പോൾ ചോദിക്കുക, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? വൈ ആർ യു സാഡ്? എന്താ സങ്കടം? അപ്പൊ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇന്നലെ വഴക്കിടുക എന്ന് പറയുന്ന വാക്ക് എന്താണ്? ആർഗ്യൂ ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ചെറിയ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ വഴക്കിട്ടു. എങ്ങനെ പറയാം? I argued with my friend yesterday. past ആണ്. I argued with my friend yesterday. ഇന്നലെ ഞാൻ വഴക്കുണ്ടാക്കി. അപ്പൊ ഞാൻ പറയാണ്, ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ വഴക്കിടരുത്. അത് ഇന്നല്ല, എന്നത്തേക്കുമുള്ളൊരു കാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് ഇടരുത് നീ. You shouldn't argue for small things. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഫോർ സ്മോൾ തിങ്സ്. യു ഷുഡിൻറ്റ് ആർഗ്യൂ ഫോർ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങൾക്ക് നേടി നീ വഴക്കിടരുത്. അത് ഇന്നല്ല. യു ഷുഡിൻറ്റ് ആർഗ്യൂ ഫോർ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നീ വഴക്കിടരുത്. അപ്പൊ അത് കേട്ട മറ്റേ ആള് പറയാണ്, ഞാൻ അങ്ങനെ അവളോട് പറയരുതായിരുന്നു. പറഞ്ഞു പോയില്ലേ? പറയരുതായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? I shouldn't have spoken like that. ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. ഞാനല്ലേ, I shouldn't have spoken like that. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? സംശയങ്ങളുണ്ടോ സെന്റൻസുകളിൽ? I shouldn't have spoken like that. അവിടെ എന്തിനാണ് ഹാവ് ഉപയോഗിച്ചത്? ഞാൻ സംസാരിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഹാവ് ഉപയോഗിച്ചത്. shouldn't have spoken like that. ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു അല്ലെ? എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. വഴക്കിട്ടത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടരുത്. അവിടെ നമുക്ക് ഹാവ് വേണ്ട. അതെന്താണ്? ഞാനൊരു ഉപദേശിക്കുകയാണ്, ചെയ്യരുത് നമ്മൾ. അവിടെ നമുക്ക് ഹാവ് വേണ്ട. അത് കേട്ട ഞാൻ പറയാണ്, പറയരുതായിരുന്നു. ഷുഡിൻറ്റ് ഹാവ്. അങ്ങനെ പറയരുതായിരുന്നു. ക്ലിയർ ആയില്ലേ? ഈ കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഷുഡിൻ ഹാവും നിങ്ങൾക്ക് ക്ലിയർ ആയോ? 1-2 സെന്റൻസുകൾ ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. കമന്റ് ബോക്സിൽ എപ്പോഴും കൊടുക്കാമെന്ന് ഞാൻ പറയും, പക്ഷെ ഞാനത് മറന്നു പോകുന്നതാണ് കേട്ടോ കൊടുക്കാൻ. അപ്പൊ കമന്റ് ബോക്സിൽ കൊടുക്കാൻ നിങ്ങളത് ശ്രദ്ധിക്കുക, എന്നിട്ട് ഇംഗ്ലീഷിലാക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവരുണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഞാൻ എടുക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഇപ്പം തന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ താഴെയുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി നോക്കിക്കേ. അവിടെ നിങ്ങൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിക്കേ. നോക്കിയോ? അത് നിങ്ങൾ ചെയ്ത് വെക്കണം. അത് നിങ്ങൾ ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ.
അപ്പോൾ ഓൾ എന്ന് പറയുന്ന ആ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. മറന്നുപോലെ ഇപ്പൊ തന്നെ നിങ്ങളത് ചെയ്തോ. യെസ്. അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഈ ഗ്രാമർ കേൾക്കുമ്പോൾ ടെൻഷനോ പേടിയോ വേവലാതി അങ്ങനത്തെ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഗ്രാമറിനെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് സ്വന്തം സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.